വീട്ടിലെ കടം പ്രശ്നം കാരണം ചെന്നൈയിലേക്ക് ജോലി തേടിയെത്തിയ സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി കാശുണ്ടാക്കുവാനായിട്ടുള്ള എളുപ്പവഴി ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണെന്ന് കൂട്ടുകാരി വഴി അറിയുന്നു. അവളും ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. അതോടുകൂടി അവളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. കഥ ആരംഭിക്കുന്നത് സാറയെ കാണിച്ചുകൊണ്ടാണ്. സാറ ഒരു പയ്യനൊപ്പം റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം സാറയുടെ വീട്ടിലേക്ക് വൈഷ്ണവി എന്ന പെൺകുട്ടി വരികയാണ്. വൈഷ്ണവി വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നു. പക്ഷേ എത്ര തന്നെ കോളിംഗ് ബെല്ലടിച്ചിട്ടും ആരും കതക് തുറക്കുന്നതേയില്ല. കതകും ലോക്ക് ചെയ്തിട്ടില്ല. ലോക്ക് ചെയ്തിട്ടില്ലല്ലോ, അകത്തേക്കൊന്ന് കടന്നു നോക്കിയാലോ എന്ന് ചിന്തിച്ച് പെർമിഷൻ പോലും ചോദിക്കാതെ വൈഷ്ണവി അകത്തേക്ക് കടക്കുന്നു. നോക്കുമ്പോഴോ ദേ സാറയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനും ചേർന്ന് റൊമാൻസ് ചെയ്യുന്നു. അത് കണ്ട വൈഷ്ണവി ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ വൈഷ്ണവിയെ കാണുന്ന സാറയ്ക്കാണെങ്കിലോ അവൾ ഇതൊക്കെ കണ്ടുപോയല്ലോ എന്നൊരു നാണക്കേട് പോലുമില്ല. ഏയ് വൈഷ്ണവി, നീ എപ്പോൾ വന്നു? ദേ നീ മേലെ റൂമിൽ പോയിരിക്കെ, ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞ് വൈഷ്ണവി അവിടെ നിന്നും പറഞ്ഞു വിട്ടിട്ട് അവൾ ചെയ്തുകൊണ്ടിരുന്ന പണി കംപ്ലീറ്റ് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് സാറ വൈഷ്ണവിക്ക് അടുത്തേക്ക് എത്തുന്നു. അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ നിന്നും സാറയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് വൈഷ്ണവി എന്നുള്ള കാര്യം മനസ്സിലാക്കാം. വൈഷ്ണവിയാണെങ്കിലോ അനുവാദം ചോദിക്കാതെ കയറി വന്നതിന് മാപ്പും ചോദിക്കുന്നു. ഏയ് അത് സാരമില്ല എന്ന് സാറ മറുപടി പറയുമ്പോൾ അതാരാ, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് വൈഷ്ണവി ചോദിക്കുന്നു. ഏയ് അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, അവൻ എന്റെ ക്യാമറാമാനാ. ആ ഒരു ജോലി ഒഴിച്ച് അവൻ എന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ചിരിച്ചുകൊണ്ട് സാറ പറയുന്നു. അത് കേട്ടതും വൈഷ്ണവി ഞെട്ടിപ്പോവുകയാണ്. സത്യത്തിൽ ഈ സാറയുടെ സ്വഭാവം അങ്ങനെയാ. ആരോടും വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ആരവളുടെ ആവശ്യത്തിന് നിൽക്കുന്നോ അവരെ എല്ലാവരെയും അവൾ യൂസ് ചെയ്യും. വൈഷ്ണവി ഇപ്പോൾ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത് വൈഷ്ണവിയുടെ വീട്ടില് പലിശക്കാരൊക്കെ വന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയാണ്. അവർക്ക് ഒരുപാട് കടവും കാര്യങ്ങളും ഒക്കെയുണ്ട്. ആ കടമൊക്കെ വീട്ടുവാൻ വേണ്ടിയിട്ടാണ് വൈഷ്ണവി ചെന്നൈയിലേക്ക് ജോലി അന്വേഷിച്ച് വന്നിരിക്കുന്നതും. അതേസമയം സാറയാണെങ്കിലോ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. വൈഷ്ണവി അപ്പോഴേക്കും തന്റെ അമ്മയെ വിളിക്കുകയാണ്. എന്നിട്ട് ഞാൻ എത്രയും വേഗം ജോലിക്ക് കയറും. ജോലിക്ക് കയറിയാൽ ഉടനെ തന്നെ അഡ്വാൻസും വാങ്ങും. എന്നിട്ട് ഞാൻ കാശ് നാട്ടിലേക്ക് അയച്ചു തരാമെന്ന് വൈഷ്ണവി അമ്മയോട് പറയുന്നു. വൈഷ്ണവി അടുത്ത ദിവസം തന്നെ വെഡ്ഡിംഗ് പ്ലാനിംഗ് കമ്പനിയിൽ ജോലിക്ക് കയറുകയാണ്. പക്ഷെ അവിടുത്തെ മാനേജറിന് വൈഷ്ണവിയോടുള്ള പെരുമാറ്റം ശരിയല്ല. അവളെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത്. എന്നാലും തന്റെ വീട്ടിലെ കടമൊക്കെ വീട്ടണ്ടേ എന്ന് ചിന്തിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് അവിടെ ജോലി ചെയ്യുന്നതും. വീട്ടിലേക്ക് എത്തുകയാണ് വൈഷ്ണവി. ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തിലായിരുന്നു. വീട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം സാറയിൽ നിന്ന് കോള് വരും. സാറ പറയുന്നത്, ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ വീട്ടിൽ ഡെലിവറി ചെയ്യും. നീ അതെല്ലാം വാങ്ങി വെച്ചേക്കണമെന്നും വൈഷ്ണവിയോട് പറയുന്നു. സാറ പറഞ്ഞതനുസരിച്ച് കുറച്ചു പേർ സാധനങ്ങളും കൊണ്ടുവരികയാണ്. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 ബോക്സ് ഉണ്ട്. എന്തിനാ ഇവൾ ഇത്രയും ഐറ്റംസ് വാങ്ങി വെച്ചിരിക്കുന്നത്? ഇതിനുള്ളിലൊക്കെ എന്തായിരിക്കുമെന്ന് ചിന്തിച്ച വൈഷ്ണവി ഒരു കവർ എടുത്ത് പൊട്ടിച്ചു നോക്കുന്നു. അതിലുണ്ടായിരുന്നത് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ആയിരുന്നു. അതും പലതരത്തിലുള്ളത്. എന്തിനാ ഇവൾ ഇതൊക്കെ വാങ്ങുന്നതെന്ന് വൈഷ്ണവി ചിന്തിക്കുന്നു. അതേ സമയമായിരുന്നു സാറ വീട്ടിലേക്ക് വരുന്നത്. നീ എന്തിനാ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ വാങ്ങി വെക്കുന്നതെന്ന് വൈഷ്ണവി ചോദിക്കുമ്പോൾ, അതോ ഞാനേ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകളെല്ലാവരും പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കും. അപ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സിന് നല്ല രീതിയിൽ ഞാൻ ഡ്രസ്സൊക്കെ ധരിച്ച് കാണിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാ ഞാൻ പലതരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുപാട് കാശും കിട്ടുന്നുണ്ടെന്നുള്ള കാര്യവും സാറ പറയുന്നു. അത് കേട്ട് വൈഷ്ണവി ഞെട്ടിപ്പോവുകയാണ്. ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഇങ്ങനെ കാശുണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ വൈഷ്ണവി ചിന്തിക്കും. സാറയോട് വൈഷ്ണവി ചോദിക്കുന്നത്, അല്ല നമ്മുടെ ഇങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാകെ പ്രശ്നമല്ലേ? നമ്മുടെ മാനത്തിന് തന്നെ അത് ബാധിക്കില്ലേ? നമ്മളൊക്കെ സ്ത്രീകളല്ലേ എന്നൊക്കെ വൈഷ്ണവി ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് എത്ര രൂപയാ വരുമാനം കിട്ടുന്നത്? കൂടിപ്പോയാൽ ഒരു 15,000 രൂപ. എന്നാൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ വഴി ഒരാഴ്ച കൊണ്ട് 5 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ കഴിയും. അത് നിനക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതാണ് സബ്സ്ക്രിപ്ഷന്റെ പവർ എന്നും സാറ പറയുമ്പോൾ വൈഷ്ണവി ഞെട്ടിപ്പോകുന്നു. 5 ലക്ഷമോ? 5 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. ദേ നീ നോക്കിയേ, ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര ഫോളോവേഴ്സാ വരുന്നത്? ദേ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വൈഷ്ണവിയുടെ അനുവാദമില്ലാതെ അവളുടെ ഫോട്ടോ എടുക്കുകയാണ് സാറ. പക്ഷെ വൈഷ്ണവി അപ്പോഴേക്കും മുഖം പൊത്തിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ സാറ വൈഷ്ണവിയുടെ ആ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അവൾക്ക് തുടങ്ങി കൊടുക്കുന്നു. വൈഷ്ണവിയാണെങ്കിലോ അതത്ര കാര്യമാക്കുന്നില്ല. എന്താ, ഞാൻ എന്റെ മുഖമൊന്നും കാണിച്ചില്ലല്ലോ, പിന്നെന്താ പ്രശ്നമെന്ന് പറഞ്ഞ് അവൾ മൈൻഡ് ചെയ്യുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോഴോ ഏകദേശം
100 ഫോളോവേഴ്സുമുണ്ട്, ഒരുപാട് ലൈക്കും ഒരുപാട് കമന്റും വന്നിട്ടുണ്ട്. ഞാൻ മുഖം പോലും കാണിച്ചിട്ടില്ല, അങ്ങനെയുള്ള എൻ്റെ അക്കൗണ്ടിന് 100 ഫോളോവേഴ്സ് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ വൈഷ്ണവി ചിന്തിക്കും. ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ടും വൈഷ്ണവി ശ്രമിക്കുന്നു. ഇൻസ്റ്റഗ്രാം ഒക്കെ തപ്പി നോക്കുന്ന സമയത്താണ് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഏകദേശം 20-30 ലക്ഷം രൂപ ഒരു മാസം സമ്പാദിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിന്റെ പേര് ക്വീൻ എന്നാണ്. അതായത് ഈ വൈഷ്ണവിയുടെയും സാറയുടെയും സീനിയർ ആയിരുന്ന സ്ത്രീയാണത്. എന്നാൽ അവരിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, നല്ല ഫേമസ് ആണ്. മാത്രമല്ല ലക്ഷക്കണക്കിനാണ് ഒരു മാസം സമ്പാദിക്കുന്നതും. അത് കാണുന്ന വൈഷ്ണവിക്ക് അതിശയമാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും രൂപയൊക്കെ അതുവഴി സമ്പാദിക്കാൻ കഴിയുമോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. മാത്രമല്ല ക്വീൻ എന്ന അക്കൗണ്ടിലൂടെ അവരാണെങ്കിലോ അവരുടെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുന്ന വൈഷ്ണവിക്ക് എന്താ എൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താലേ എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെ അവളാണെങ്കിലോ അവളുടെ മുഖം കാണിക്കാതെ അടുത്തൊരു ഫോട്ടോ കൂടി പോസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ദേ വീണ്ടും ഒരുപാട് ലൈക്കുകളും കമന്റുകളും വരുന്നു. അതേ സമയമായിരുന്നു വൈഷ്ണവിയുടെ അമ്മ അവളെ കോൾ ചെയ്യുന്നത്. വീട്ടിൽ പലിശക്കാർ വന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു, എത്രയും വേഗം കുറച്ച് കാശെങ്കിലും അയച്ചു തരണമെന്നും അമ്മ പറയും. അത് കേട്ട് വൈഷ്ണവിക്ക് വല്ലാതെ സങ്കടം വരികയാണ്. ഉടനെ തന്നെ വൈഷ്ണവി സാറയ്ക്കടുത്തേക്ക് എത്തിയിട്ട് ഞാനും സബ്സ്ക്രിപ്ഷൻ തുടങ്ങുവാനായി പോവുകയാണ്, നീ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ സഹായിക്കണമെന്നും സാറയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ സാറ ഫോട്ടോ ഇടുന്നതിനെക്കുറിച്ചും വീഡിയോ ഇടുന്നതിനെക്കുറിച്ചുമൊക്കെ വൈഷ്ണവിക്ക് പറഞ്ഞു കൊടുക്കുന്നു. വൈഷ്ണവി ഫോട്ടോ ഇടുവാനായിട്ടും വീഡിയോ ഇടുവാനായിട്ടും ആരംഭിക്കുകയാണ്. മുഖമൊന്നും വ്യക്തമാക്കാതെയാണ് അവൾ വീഡിയോ ഇടുന്നത്. അങ്ങനെ അവൾ ദിവസവും വീഡിയോയും ഫോട്ടോസും അപ്ലോഡ് ചെയ്യുന്നു. അതോടുകൂടി അവൾക്ക് വരുമാനം വന്നു തുടങ്ങുകയാണ്. ആദ്യം ഒരു 20,000 രൂപ, പിന്നീട് അത് 30,000, 50,000, ലക്ഷങ്ങളായി. അവൾ ഒരാഴ്ച കൊണ്ട് ഒരുപാട് കാശ് സമ്പാദിച്ചു. വീട്ടിലേക്ക് കാശും അയച്ചു കൊടുത്ത് അവരുടെ കടമെല്ലാം തീർക്കുകയാണ്. അമ്മയ്ക്ക് നല്ല സംശയമുണ്ടാകുന്നു. നിനക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും കാശൊക്കെ കിട്ടുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ അതെനിക്ക് ജോലിയിൽ ഇൻക്രിമെന്റ് ഉണ്ടായി, അതുകൊണ്ടാ പെട്ടെന്ന് കടം തീർക്കാൻ കഴിഞ്ഞതെന്നു വൈഷ്ണവി അമ്മയോട് കള്ളം പറയുന്നു. കടമെല്ലാം തീർത്തെങ്കിലും വൈഷ്ണവി അത് നിർത്തുവാനായിട്ട് തയ്യാറായില്ല. ഒരുപാട് കാശ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വൈഷ്ണവി ഇൻസ്റ്റയിൽ വീഡിയോയും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിനും സബ്സ്ക്രിപ്ഷനൊക്കെ നടത്തുന്നതിലും അഡിക്റ്റ് ആയി മാറിയിരിക്കുകയാണ്. അവൾ ദിവസവും വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതെല്ലാം കാണുന്ന സാറ വൈഷ്ണവിക്ക് അടുത്തേക്ക് എത്തിയിട്ട് വൈഷ്ണവി മതി നിർത്ത്, നിനക്ക് ആവശ്യം കടം തീർക്കുക എന്നതായിരുന്നു. കടം തീർക്കാനുള്ള കാശ് നീ ഒപ്പിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്? സാധാരണ ഒരാൾ പോസ്റ്റ് ചെയ്യുന്നതിലും അധികം ഫോട്ടോസും വീഡിയോസുമാണ് നീ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പതിയെ പതിയെ മുന്നേറാം. നീ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്തു ചാടി എല്ലാം ചെയ്യുന്നത് ശരിയല്ല. ഇതിന് പിന്നിൽ വലിയ എന്തെങ്കിലും അപകടം നിനക്ക് വരുമെന്നുള്ള കാര്യം സാറ പറയുമ്പോഴും വൈഷ്ണവി അതൊന്നും കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഞാനിപ്പോൾ ആവശ്യത്തിന് കാശ് സമ്പാദിക്കുന്നുണ്ട്, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സാധാ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കാശ് കിട്ടുമോ? ഇല്ലല്ലോ. പക്ഷേ ഇൻസ്റ്റഗ്രാം വഴി എനിക്ക് ഇത്രയും കാശ് കിട്ടുകയല്ലേ. ഞാൻ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇനി ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക. ഈ ഒരു ഫീൽഡിൽ ഞാൻ അറിയപ്പെടുന്നവളാകുമെന്നുള്ള രീതിയിലാണ് വൈഷ്ണവി സംസാരിക്കുന്നത്. സാറയാണ് വൈഷ്ണവിക്ക് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും ദേ ഇപ്പോൾ വൈഷ്ണവി സാറയുടെ കയ്യിൽ നിൽക്കാതെയായി. അങ്ങനെ വൈഷ്ണവി ചിന്തിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന കാശ് പോരാ, കുറച്ചുകൂടി കാശ് കിട്ടണം. അതിന് കുറച്ചുകൂടി ഗ്ലാമർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യണം. ഇനി ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഗ്ലാമറായിട്ട് ഒന്ന് ലൈവിൽ പോയാലോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. താൻ ഇത്ര മണിക്ക് ലൈവിൽ വരുമെന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. അതേ സമയത്തായിരുന്നു വൈഷ്ണവിക്ക് ഒരു മെസ്സേജ് വരുന്നത്. നീ ആരാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, നിന്നെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ നിന്റെ പ്രൈവറ്റ് വീഡിയോയും എൻ്റെ കയ്യിലുണ്ടെന്നായിരുന്നു ആ ഒരു മെസ്സേജ്. അതൊരു ബ്ലാക്ക്മെയിൽ മെസ്സേജ് ആയിരുന്നു. മാത്രവുമല്ല നീ ഇന്ന് ലൈവിൽ വരുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ ചെയ്യണമെന്നും ആ ഒരു മെസ്സേജ് അയച്ചവൻ ആവശ്യപ്പെടുന്നു. പക്ഷെ അതൊന്നും വൈഷ്ണവി മൈൻഡ് ചെയ്യുന്നതേയില്ല. ഇത് സാധാരണ വരുന്നത് പോലെ വല്ലതും ആയിരിക്കുമെന്ന് അവൾ കരുതി. എന്നാൽ അതേ ഐഡിയിൽ നിന്ന് തന്നെ വൈഷ്ണവിയുടെ മുഖം മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയും അവൾ ഡ്രസ്സ് മാറുന്ന വീഡിയോയും അയക്കുന്നു. അതുകണ്ട് വൈഷ്ണവി ഷോക്കായി പോവുകയാണ്. വൈഷ്ണവി തന്റെ മുഖം വ്യക്തമാകാത്ത രീതിയിലാണ് വീഡിയോയും ഫോട്ടോയും ലൈവും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വൈഷ്ണവിയുടെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോയാണ് അവൻ അയച്ചിരിക്കുന്നത്. മാത്രമല്ല ഡ്രസ്സ് മാറുന്ന വീഡിയോയുമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു, ആരാ ഇവനെന്നൊക്കെയാണ് വൈഷ്ണവി ചിന്തിക്കുന്നത്. സാറയും ആകെ ടെൻഷനാവുകയാണ്. ഈ ഒരു ഫോട്ടോയും വീഡിയോയും പുറത്തുവിട്ട് നിന്നെ നാറ്റിക്കണ്ട എന്നുണ്ടെങ്കിൽ നീ ലൈവിൽ വരുമ്പോൾ ഞാൻ പറയുന്നത് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിത് പബ്ലിക്കാക്കും, നിന്റെ നാട്ടുകാർ വരെ ഇതറിയും. പിന്നെ നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞാണ് അവളെ വിരട്ടുന്നത്. വൈഷ്ണവിക്ക് ആകെ ടെൻഷൻ. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയായി വൈഷ്ണവിക്ക്. വേറെ വഴിയില്ല,
അവൻ എന്ത് പറയുന്നോ അതനുസരിക്കുന്നതാണ് നല്ലതെന്ന് സാറ പറയും. അങ്ങനെ വൈഷ്ണവി ലൈവിൽ വരികയാണ്. അപ്പോഴേക്കും അവൾക്ക് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യം ടോപ്പ് മാറ്റ് എന്നതായിരുന്നു മെസ്സേജ്. അവൻ പറയുന്നത് പോലെ തന്നെ കരഞ്ഞുകൊണ്ടാണ് വൈഷ്ണവി തന്റെ ടോപ്പ് മാറ്റുന്നത്. അടുത്തതായിട്ട് പാന്റ് മാറ്റുവാനായിട്ടും ആവശ്യപ്പെടുന്നു. എന്നാൽ വൈഷ്ണവി കരഞ്ഞുകൊണ്ട് അതും ചെയ്യുവാനായി തുടങ്ങുന്ന സമയം തന്നെ വേണ്ട നിർത്തന്ന് പറയും. അപ്പോഴേക്കും വൈഷ്ണവിക്ക് സമാധാനമാകും. നീ പുറത്തേക്ക് വാ, നിന്റെ വീടിന് പുറത്തായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജായിരുന്നു അടുത്തത് വന്നത്. അത് കണ്ട ഉടനെ തന്നെ വൈഷ്ണവിയും സാറയും പുറത്തേക്ക് വന്നു നോക്കും. വൈഷ്ണവിയെ ആരാണോ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് ദേ ഇപ്പോൾ വൈഷ്ണവിയുടെ മുന്നിൽ നിൽക്കുന്നത്. അതും മറ്റാരുമല്ല, നേരത്തെ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയുടെ കാര്യം പറഞ്ഞില്ലേ, ക്വീൻ എന്ന പേരിലുള്ള അതേ ആൾ തന്നെയാണ് അവിടെ വന്ന് നിൽക്കുന്നത്. വൈഷ്ണവിയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാൽ, ആദ്യമായിട്ട് അവർ ഈ ഒരു ഫീൽഡിൽ വന്ന സമയം അവരെയും ഇതുപോലെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു. ഈ സീനിയർ സ്ത്രീയുടെ ഹസ്ബൻഡാണ് ഇൻസ്റ്റഗ്രാം വഴി നമുക്ക് കാശുണ്ടാക്കാമെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തതും. അങ്ങനെയാണ് അവർ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതും. അങ്ങനെ ഇരിക്കെ അവരൊരു ദിവസം പ്രൊമോഷന് വേണ്ടിയിട്ട് പുറത്തു പോയ സമയത്ത് ഒരാൾ അവരുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാനായും തുടങ്ങി. അയാൾ പറയുന്നതെല്ലാം അനുസരിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ അവരെ കുറേ നാളത്തേക്ക് അവരെ വീട്ടിൽ തന്നെ അടച്ചിരുത്തുകയാണ് ചെയ്തത്. അത് അയാളുടെ ബ്ലാക്ക് മെയിൽ കാരണം ചെയ്തു പോയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നീ ആദ്യം ഇത് തമാശയ്ക്ക് തുടങ്ങിയതായിരിക്കാം. പക്ഷേ നീ ഇതിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിന്റെ ജീവിതം തന്നെ നശിക്കും. നീ ഇതെല്ലാം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമേ തകരാറിലാകും. അതുകൊണ്ട് നീ ഇതിവിടെ നിർത്തണം. നിന്നെ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് നിനക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചിട്ട് അവരൊരു കാര്യം പറയുന്നു. ആദ്യമായിട്ട് വൈഷ്ണവി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ, അവളുടെ ഒരു സെൽഫി, അവളുടെ ഇഷ്ടത്തോടു കൂടി പോസ്റ്റ് ചെയ്തത്. അതിൽ അവളുടെ അടുത്തായിട്ട് ഒരു പാഴ്സൽ ഇരുന്നു. ആ പാഴ്സലിൽ ഒരു QR കോഡ് ഉണ്ടായിരുന്നു. ആ QR കോഡ് വഴി പാഴ്സൽ വന്നിരിക്കുന്ന അഡ്രസ്സ് കണ്ടുപിടിച്ചു. അങ്ങനെ ആ ഒരു അഡ്രസ്സിലെ വൈഫൈ കണക്ഷനും കണ്ടുപിടിക്കുകയാണ്. വൈഫൈ കണക്ഷൻ വെച്ച് ഏതൊക്കെ മൊബൈലുകളിലോട്ട് അത് പോയിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ച് ആ ഒരു മൊബൈൽ അവർ ഹാക്ക് ചെയ്തു. ജസ്റ്റ് ഒരു QR കോഡ് ഉപയോഗിച്ച് നിന്റെ ഫോൺ വരെ ഹാക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക എന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് നീ ഇതെല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പിന്നിൽ മറ്റൊരു മുഖവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നീ ആലോചിച്ചു കൊള്ളണമെന്നുള്ള കാര്യം സീനിയർ ആയിട്ടുള്ള സ്ത്രീ പറയുന്നു. അത് കേട്ടതോടുകൂടി ഇനി ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്ന് വൈഷ്ണവിക്ക് തോന്നുന്നു. വൈഷ്ണവിക്ക് ആവശ്യം കടം തീർക്കാനുള്ള കാശായിരുന്നു. കടമെല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി എന്തിനാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ച് വൈഷ്ണവി അങ്ങനെ ഇൻസ്റ്റഗ്രാമും അതിലെ സബ്സ്ക്രിപ്ഷനും എല്ലാം അവസാനിപ്പിച്ച് പഴയ ജീവിതം ജീവിക്കുവാനായും തീരുമാനിക്കുന്നു. അവൾ ഉപയോഗിച്ചിരുന്ന അക്കൗണ്ടൊക്കെ ഡീആക്റ്റീവ് ചെയ്തിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ മോശമായ രീതിക്ക് ഉപയോഗിച്ച് ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട്. എത്രയൊക്കെ കാശ് സമ്പാദിച്ചാലും സോഷ്യൽ മീഡിയയ്ക്ക് പിന്നിൽ വലിയൊരു ചതിക്കുഴി തന്നെയുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.